2025 പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ അതിർത്തിയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഈ സൈനിക നടപടിയുടെ സമയത്ത് പാകിസ്ഥാനെ പിന്തുണച്ച് തുർക്കി രംഗത്തെത്തിയത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. തുർക്കിയുടെ ഈ നിലപാടിനെതിരെ ഇന്ത്യയിൽ വ്യാപകമായ രോഷമുയർന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ ബോയ്ക്കോട്ട് തുർക്കി എന്ന ഹാഷ്ടാഗോടെ ശക്തമായ ക്യാമ്പയിനുകളും ആരംഭിച്ചു. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ പ്രമുഖ അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ തുർക്കിയിലേക്കുള്ള യാത്രകൾ ഇതോടെ കൂട്ടത്തോടെ ബഹിഷ്കരിക്കാനും തുടങ്ങി. തുർക്കിയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓൺലൈനിലൂടെ നടന്ന ക്യാമ്പയിനുകൾ വൻ വിജയമായിരുന്നു. പ്രമുഖ ഓൺലൈൻ ട്രാവൽ ഏജൻസികളായ മേക്ക് മൈ ട്രിപ്പും യാത്ര.comഉം തുർക്കിയിലേക്കുള്ള ബുക്കിങ്ങുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള മാസമായ 2025 ജൂണിൽ തുർക്കിയിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവും രേഖപ്പെടുത്തി. 2025 മെയിൽ 31,659 ഇന്ത്യക്കാർ മാത്രമാണ് തുർക്കി സന്ദർശിച്ചത്. 2024 മെയ് മാസത്തിലെ 41,544 അപേക്ഷിച്ച് 24% കുറവ്. ജൂൺ മാസത്തിൽ ഈ എണ്ണം കൂടുതൽ താഴുകയായിരുന്നു. തുർക്കിക്കെതിരായ നടപടികളുടെ ഭാഗമായി ഇന്ത്യൻ അധികൃതർ കർശന നടപടികൾ സ്വീകരിച്ചു. വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയായ ചെലബിയുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടു. ഇസ്താംബൂളിലേക്കുള്ള ഗതാഗതം കുറഞ്ഞതോടെ ഇൻഡിഗോ എയർലൈൻസ് തുർക്കിയിലേക്കുള്ള വിമാനങ്ങൾ വിന്യസിക്കുന്നതും കുറച്ചു. പകരം യൂറോപ്യൻ റൂട്ടുകളിലേക്ക്, പ്രത്യേകിച്ച് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നിവിടങ്ങളിലേക്കാണ് എയർലൈൻ മുൻഗണന നൽകിയത്. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ തുർക്കിക്ക് പകരം ഗ്രീസ്, സ്പെയിൻ, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ എപ്പോഴും പ്രധാന വരുമാന സ്രോതസ്സാണ്. 2024 ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകർ തുർക്കിയുടെ ടൂറിസം വരുമാനത്തിൻ്റെ 4% സംഭാവന ചെയ്തിരുന്നു. എന്നാൽ 2025 ബഹിഷ്കരണം തുർക്കിയുടെ ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മേഖലകൾ വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇസ്താംബൂൾ, കപ്പഡോഷ്യ, ആന്റല്യ തുടങ്ങിയ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഹോട്ടലുകളും റിസോർട്ടുകളും ബുക്കിങ്ങുകളിൽ 30 മുതൽ 40% കുറവ് രേഖപ്പെടുത്തി. തുർക്കിയിലെ പ്രാദേശിക ബിസിനസ്സുകൾ, പ്രത്യേകിച്ച് ടൂർ ഓപ്പറേറ്റർമാരും ഗൈഡുകളും ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കുറവ് മൂലം വലിയ പ്രതിസന്ധിയിലാണ്. സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ തുർക്കിയുടെ നിലപാടിനെ വിമർശിച്ച് നിരവധി ഇന്ത്യൻ സഞ്ചാരികൾ തങ്ങളുടെ യാത്രാ റദ്ദാക്കലിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവെക്കുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിന് വേണ്ടി തുർക്കി യാത്ര ഒഴിവാക്കുക എന്ന മുദ്രാവാക്യം വൈറലാവുകയും ചെയ്തിരുന്നു. ഇന്ത്യ തുർക്കി ബന്ധത്തിലെ ഈ വിള്ളൽ ടൂറിസം മേഖലയിൽ മാത്രമല്ല, വ്യാപാര നയതന്ത്ര ബന്ധങ്ങളിലും പ്രതിഫലനം ചെലുത്തിയേക്കാമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. തുർക്കിയുടെ ഈ നിലപാട് ഇന്ത്യയുമായുള്ള ദീർഘകാല ബന്ധത്തെ ബാധിക്കുന്നതിനോടൊപ്പം അവരുടെ സാമ്പത്തിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ടൂറിസം വ്യവസായത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.